മലയാള സിനിമയുടെ അഭിനേതാക്കളുടെ കാര്യമെടുത്താൽ OTT ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ റൈറ്റ്സ് ലഭിക്കുന്ന നായക നടൻ എന്നുള്ളത് മോഹൻലാലും ദുൽഖർ സൽമാനുമാണ്. എന്നാൽ ദുൽഖറിനെ സംബന്ധിച്ച് മോഹൻലാലിനേക്കാൾ കുറച്ചുകൂടെ OTT മാർക്കറ്റിൽ അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് വേണം പറയാൻ. മോഹൻലാലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് കാര്യമായി ഫോളോവേഴ്സ് ഉള്ളത് മലയാളത്തിൽ നിന്ന് തന്നെയാണ്. ദുൽഖറിനെ സംബന്ധിച്ച് മലയാളത്തിൽ നിന്നുള്ള ഓഡിയൻസിനെ പോലെ തന്നെയാണ് തമിഴിലും തെലുങ്കിലും അദ്ദേഹത്തിന് കൃത്യമായ ഫാൻ ബേസ് ഉണ്ട്, ഓഡിയൻസ് ഉണ്ട്. അതിനാൽ തന്നെ ദുൽഖറിന്റെ സിനിമകൾക്ക് OTTയിൽ വലിയ ഡിമാൻഡാണ്. ദുൽഖർ ഭാഗമാവുന്ന സിനിമകൾ നെറ്റ്ഫ്ലിക്സ് നിരന്തരം പർച്ചേസ് ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ദുൽഖർ സൽമാന്റെ 41ാമത്തെ ചിത്രത്തിന് സർവകാല റെക്കോർഡ് OTT വിൽപ്പനയാണ് നടന്നിരിക്കുന്നത്. ആമസോൺ പ്രൈമാണ് ദുൽഖറിന്റെ 41ാമത്തെ ചിത്രം വാങ്ങിയിരിക്കുന്നത്. തെലുങ്കിൽ ഒരുങ്ങുന്ന ഈ സിനിമയിൽ ദുൽഖറും പൂജ ഹെഗ്ഡെയും ഒരുമിക്കുന്നു. റൊമാന്റിക് ട്രാക്കിൽ പോകുന്ന ഈ ചിത്രത്തിന് വലിയ ഡിമാൻഡാണ് OTTയിൽ നിന്നുണ്ടായിരുന്നത്. ഒടുക്കം നെറ്റ്ഫ്ലിക്സിനെ മറികടന്ന് ആമസോൺ പ്രൈം ഈ ചിത്രം സ്വന്തമാക്കുകയായിരുന്നു. ദുൽഖറിന്റെ കരിയറിലെ ഏറ്റവും വലിയ OTT ഡീലാണ് നടന്നിരിക്കുന്നത്. OTT മാർക്കറ്റിൽ എന്തായാലും മോഹൻലാലിനേക്കാൾ ഒരു പടി മുകളിലാണ് ദുൽഖർ എന്ന് സമ്മതിച്ച് കൊടുക്കേണ്ടി വരും. ദുൽഖറിന് അന്യഭാഷകളിലുള്ള മാർക്കറ്റ് തന്നെയാണ് ഇതിന് പ്രധാന കാരണം. ദുൽഖറിന്റെ മിക്ക ചിത്രങ്ങളും പ്രഖ്യാപിക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഷൂട്ടിംഗ് നടക്കുമ്പോഴോ തന്നെ OTTയിൽ ഡീലായി പോവുകയാണ്. അതേസമയം മലയാളത്തിൽ ഉൾപ്പെടെയുള്ള പ്രമുഖ നായക നടന്മാർ പലരുടെയും സിനിമകളുടെ OTT ഡീൽ നടക്കുന്നത് റിലീസിന് ശേഷം അതിന്റെ വേർഡ് ഓഫ് മൗത്ത് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് എന്നുള്ളതാണ്. അവിടെയാണ് ദുൽഖർ OTTയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള നായക നടനായി മാറുന്നത്. മലയാളത്തിൽ ഇന്ന് OTT ബിസിനസിന്റെ കാര്യമെടുത്താൽ ദുൽഖർ സൽമാൻ കഴിഞ്ഞാൽ മോഹൻലാൽ തന്നെ ആയിരിക്കും. മോഹൻലാലിന്റെ മാർക്കറ്റ് മലയാളത്തിൽ മാത്രമാണ് ഒതുങ്ങുന്നത് എന്നുള്ളതാണ് ഇതിന് പ്രധാന കാരണം. OTTയിൽ റിലീസാവുന്ന സിനിമകൾക്ക് ഓഡിയൻസ് ഉണ്ടാവുന്നത് എല്ലാ ഭാഷകളിൽ നിന്നുമാണ്. ദുൽഖറിനെ സംബന്ധിച്ച് അത് വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. മലയാളത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെതായ അടുത്ത് റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രം ഐ ആം ഗെയിം ആണ്. ഐ ആം ഗെയിം ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയും മലയാളത്തിൽ ഏറ്റവും കൂടുതൽ OTT ഡീൽ നടക്കുന്ന സിനിമയായിരിക്കും എന്നുള്ളത്. വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നതും ദുൽഖർ സൽമാനാണ്. ദുൽഖർ സൽമാൻ ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചു വരുന്ന ചിത്രമാണ് ഐ ആം ഗെയിം. കഴിഞ്ഞ ഓണക്കാലത്ത് വേഫറിന്റെ തന്നെ ലോക മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയിരുന്നു. വരാനിരിക്കുന്ന ഓണക്കാലത്ത് വേഫറിന്റെ തന്നെ ഐ ആം ഗെയിം തിയേറ്ററിലെത്തി റെക്കോർഡ് വിജയം നേടട്ടെ.